+2 കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് ബിസിനസ് സ്റ്റഡീസിൽ മാസ്റ്റേഴ്സ് എടുക്കാനായിട്ട് സാധിക്കുമോ? അപ്പോൾ മാസ്റ്റേഴ്സ് എടുക്കാൻ +2 കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് സാധിക്കുക? അതും ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് അല്ലെങ്കിൽ വേൾഡിൽ തന്നെ ടോപ്പ് മോസ്റ്റ് ക്യാമ്പസുകളായ IIM-ൽ നിന്ന്. എന്താണ് IIM? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സയൻസിൽ മാസ്റ്റർ ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് ക്യാമ്പസുകൾ. അങ്ങനെ 21ഓളം IIM-കളാണ് നമുക്ക് ഇന്ത്യയിലുള്ളത്. ആ 21ഓളം IIM-കളിൽ ഒന്ന് നമ്മുടെ കേരളത്തിലെ കോഴിക്കോടുമുണ്ട്. ഇത് ആർക്കൊക്കെയാണ് അവിടെ ജോയിൻ ചെയ്യാൻ പറ്റുക? ഇപ്പോൾ ആൽഫ ജീനീസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ സയൻസ് പഠിച്ച നമ്മുടെ കുട്ടികൾക്ക് ഈ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. സയൻസ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഈ IIM-ൻ്റെ ക്യാമ്പസിലേക്ക് ഈ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിനോടൊപ്പം ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ ഏത് സ്ട്രീം പഠിച്ച വിദ്യാർത്ഥികൾക്കും ഈ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ +2 കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് മാസ്റ്റർ ഡിഗ്രി നൽകുന്ന ക്യാമ്പസിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്? അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ ഇന്ത്യയിലുള്ള മുഴുവൻ IIM-കളിൽ നിന്നും സംതിങ് ഡിഫറൻ്റ് ആയിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ പഠിപ്പിക്കുന്ന IIM-കൾ ക്യാമ്പസുകളുണ്ട്. ഈ 5 ക്യാമ്പസ് എന്ന് പറയുന്നത് ജമ്മു, ബോധ്ഗയ, ഇൻഡോർ, റോഹ്തക്, റാഞ്ചി. ഈ 5 IIM-കളിൽ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളുണ്ട്. ഈ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് +2 2025-ൽ അപ്ലൈ ചെയ്യുന്നവരോ 2024-ലോ 23-ലോ വിൻ ചെയ്തവരോ ആയിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ 2023, 24, 25 ഈ 3 ഇയറിൽ +2 കഴിഞ്ഞവരോ പഠിച്ചുകൊണ്ട് ഈ വർഷം അപ്ലൈ ചെയ്യുന്നവരോ ആയിരിക്കണം. ഈ വർഷം എക്സാമിനേഷൻ പബ്ലിക് എക്സാമിനേഷൻ എഴുതുന്നവരോ ആയിരിക്കണം അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഈ IIM-ൻ്റെ ക്യാമ്പസിലേക്ക് അഡ്മിഷൻ കിട്ടാനുള്ള എൻട്രൻസ് എക്സാമിനേഷൻ, ആ എക്സാമിനേഷൻ എന്ന് പറയുന്നത് NTA നടത്തുന്ന എക്സാമിനേഷനാണ്. ആ എക്സാമിനേഷൻ്റെ പേര് ജിപ്മാറ്റ് എക്സാമിനേഷൻ. അപ്പോൾ ഈ ജിപ്മാറ്റ് എക്സാമിനേഷൻ NTA നമുക്കറിയാം, നീറ്റ് എക്സാമിനേഷനും IIT JEE എക്സാമിനേഷനും ഒക്കെ നടത്തുന്നത് ഈ NTA ആണ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഈ NTA തന്നെയാണ് IIM-ൻ്റെ ക്യാമ്പസിലേക്ക് അഡ്മിഷൻ കിട്ടുന്ന ജിപ്മാറ്റ് എക്സാമിനേഷനും നടത്തുന്നത്. ഇനി ഈ ജിപ്മാറ്റ് എക്സാമിനേഷൻ വഴി ഏതൊക്കെ IIM-കളിലേക്കാണ് അഡ്മിഷൻ ലഭിക്കുക? 2 ക്യാമ്പസിലേക്കാണ് അഡ്മിഷൻ ലഭിക്കുക. ആ 2 ക്യാമ്പസുകൾ ജമ്മു കാശ്മീരിലുള്ള ജമ്മുവിലുള്ള ക്യാമ്പസും മറ്റൊന്ന് ബോധ്ഗയയിലുള്ള ക്യാമ്പസും. ഈ 2 ക്യാമ്പസിലേക്കാണ് ജിപ്മാറ്റ് എക്സാമിനേഷൻ വഴി ഇൻ്റഗ്രേറ്റഡ് കോഴ്സിന് നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് എന്ന് പറയുമ്പോൾ 3 വർഷത്തെ ഡിഗ്രിയും 2 വർഷത്തെ PGയും. കോഴ്സ് 5 വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ ബിസിനസ് മാനേജ്മെൻറ്റിൽ മാസ്റ്റർ ഇൻ സയൻസ് കംപ്ലീറ്റ് ചെയ്തായിരിക്കും ആ കാൻഡിഡേറ്റ് പുറത്തിറങ്ങുക. ഇനി അതിനുശേഷം വരുന്ന 3 ക്യാമ്പസുകൾ ഇൻഡോർ, റോഹ്തക് ആൻഡ് റാഞ്ചി. ഈ 3 ക്യാമ്പസുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കാനായിട്ട് നമ്മൾ എഴുതേണ്ട എൻട്രൻസ് എക്സാമിനേഷനാണ് IPMAT എക്സാമിനേഷൻ. അപ്പോൾ ആദ്യത്തെ 2 ക്യാമ്പസിലേക്ക് ജിപ്മാറ്റ് എക്സാമിനേഷനും പിന്നത്തെ 3 ക്യാമ്പസുകളിലേക്ക് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിന് അഡ്മിഷൻ ലഭിക്കാൻ നമ്മൾ എഴുതേണ്ട എക്സാമിനേഷനാണ് IPMAT എക്സാമിനേഷനും. ഇനി ഈ പ്രോഗ്രാമുകൾക്കെല്ലാം എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ നാം പഠിക്കേണ്ട സിലബസ് എന്ന് പറയുന്നത് 3 സെക്ഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ആ 3 സെക്ഷൻസ് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി, വെർബൽ എബിലിറ്റി ആൻഡ് ലോജിക്കൽ റീസണിങ്. ഈ 3 സെക്ഷനെ ബേസ് ചെയ്തിട്ടാണ് എക്സാമിനേഷന് ക്വസ്റ്റ്യൻ ചോദിക്കുക. 150 മിനിറ്റ്സിൻ്റെ എക്സാമിനേഷനാണ്. അപ്പോൾ ഇത് 3ഉം ചേർത്ത് 34, 33 ആൻഡ് 33 ടോട്ടൽ 100 മാർക്ക്, 100 ക്വസ്റ്റ്യൻസ് ആണ്. ടോട്ടൽ 100 ക്വസ്റ്റ്യൻസിൻ്റെ എക്സാമിനേഷൻ 150 മിനിറ്റ്സ്, 2.5 മണിക്കൂറിൻ്റെ എക്സാമിനേഷനാണ് ഈ ജിപ്മാറ്റ് എക്സാമിനേഷൻ. ഈ എക്സാമിനേഷൻ ജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ബിസിനസ് മാനേജ്മെൻറ്റ് കോഴ്സുകളിൽ മാസ്റ്റർ ഇൻ ഡിഗ്രി 5 വർഷത്തെ ഡിഗ്രി കോഴ്സ്, 3 വർഷം ഡിഗ്രിയും അതിനുശേഷം 2 വർഷം PGയും, അങ്ങനെ 3 വർഷത്തെ മാസ്റ്റേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്ന ക്യാമ്പസിലെ കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. ഇനി ഈ ക്യാമ്പസിൽ പഠിക്കുന്നതിലൂടെ എന്താണ് മെറിറ്റ്? IIT-കൾ നമുക്കറിയാം, സയൻസ് സ്ട്രീം പഠിക്കുന്നവർക്ക് അഡ്മിഷൻ ലഭിക്കുന്ന ടെക്നോളജി മേഖലയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ക്യാമ്പസാണ് IIT-കൾ എന്ന് പറയുന്നത്. ആ IIT-കൾ പോലെ തന്നെയുള്ള ഏറ്റവും ബിസിനസ് മാനേജ്മെൻറ്റ് സെക്ടറിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ക്യാമ്പസാണ് IIM എന്ന് പറയുന്നത്. ഇനി ഈ ക്യാമ്പസിൽ പഠിക്കണമെങ്കിൽ നമുക്ക് ഫീസുണ്ട്. ആ ഫീസിൻ്റെ കാറ്റഗറി ഓരോ IIM-കളിലും ഡിഫറെൻ്റ് ആണ്. അത് ആ ക്യാമ്പസിൻ്റെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കോഴ്സിൻ്റെ ഫീസും സ്ട്രക്ചറും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ +2 കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് ബിസിനസ് മാനേജ്മെൻറ്റിൽ മാസ്റ്റേഴ്സ് എടുക്കാനായിട്ട് ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് വഴി ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ക്യാമ്പസുകളിൽ അവസരങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ, നമുക്ക് കേരളത്തിലെ കോഴിക്കോട് ഇതുവരെ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇനി ചിലപ്പോൾ ഈ വർഷമോ അടുത്ത വർഷങ്ങളിലൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കാം. ഇപ്പോൾ നമുക്ക് ഇന്ത്യക്ക് കേരളത്തിന് പുറത്തുള്ള 5 സ്റ്റേറ്റുകളിലുള്ള ഈ ക്യാമ്പസുകളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അഡ്മിഷൻ എടുക്കാം.
ചെയ്യാം, ഏറ്റവും മികച്ച പ്രൊഫഷണൽ കോഴ്സിലേക്ക് അഡ്മിഷൻ നേടാം, ഏറ്റവും നല്ല ഡെസിഗ്നേഷൻ നേടിയെടുക്കാം. ഇനി എൻട്രൻസ് മേഖലയിലുള്ള പുതിയൊരു അപ്ഡേറ്റ്സും ന്യൂസുമായി നമുക്ക് വീണ്ടും കാണാം. ആൽഫയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എൻട്രൻസ് മേഖലയിലെ വിവിധ സാധ്യതകൾ, ഇതിനോടൊപ്പം 10ാം ക്ലാസ് കഴിയുന്ന വിദ്യാർത്ഥികൾ 11th 12th പഠിക്കുമ്പോഴാണ് ഇതേപോലുള്ള സാധ്യതകളെല്ലാം അവരുടെ മുമ്പിലേക്ക് തുറക്കപ്പെടുന്നത്. അങ്ങനെയുള്ള സാധ്യതകൾ ഓപ്പൺ ചെയ്ത് കിട്ടാൻ ഏറ്റവും സാധ്യത കരിയർ ഓറിയന്റേഷൻ മനസ്സിലാക്കിക്കൊണ്ട് സെൽഫ് മോട്ടിവേഷൻ ഇംപ്രൂവ് ചെയ്യിപ്പിച്ച് ഒരു കുട്ടിയെ ഏറ്റവും നല്ല വിജയത്തിലേക്ക് എത്തിക്കാൻ കരിയർ ഓറിയന്റേഷനോടൊപ്പം മോട്ടിവേഷൻ സെഷൻസും ഇതുപോലെ +1 +2 ഏറ്റവും ഡിസിപ്ലിൻഡ് ആയിട്ടും ഫോക്കസ്ഡ് ആയിട്ടും പഠിക്കാനുള്ള ആൽഫ അക്കാഡമിയുടെ ഇന്റഗ്രേറ്റഡ് സ്കൂളാണ് ആലപ്പുഴയിൽ റൺ ചെയ്യുന്ന അതിസുന്ദരമായ ക്യാമ്പസ്, റെസിഡൻഷ്യൽ ക്യാമ്പസ്. ടീച്ചേഴ്സിനോടൊപ്പം താമസിച്ച് പഠിക്കുന്ന എൻട്രൻസ് പ്രോഗ്രാമുകൾക്കെല്ലാം ട്രെയിനിങ് നൽകുന്ന ക്യാമ്പസാണ് ആൽഫ ജീനിയസ് ഇന്റഗ്രേറ്റഡ് സ്കൂൾ. ഈ ക്യാമ്പസിലേക്ക് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. ഈ ക്യാമ്പസിന്റെ 10th ശേഷമുള്ള പ്രോഗ്രാമുകൾ മനസ്സിലാക്കാം. നല്ല രീതിയിൽ പഠിച്ച് ഇതേപോലെ +2 ശേഷമുള്ള മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ നേടി നമ്മുടെ ലൈഫിന്റെ ഡെസിഗ്നേഷൻ, ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഡെസിഗ്നേഷൻസ് തന്നെ ഏറ്റവും ബെസ്റ്റ് ലൈഫിൽ നേടിയെടുത്ത് ലൈഫ് എൻജോയ് ചെയ്യാം. പുതിയ ന്യൂസും അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.